ഹലോ, വെൽക്കം ടു DSP. ഇന്നത്തെ ചാപ്റ്റർ ഒന്ന് ഇൻസ്റ്റാളേഷൻ ഓഫ് Vicibox 9.3. ഈ വെർഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? 9.3ൽ എന്തൊക്കെ പാച്ചസാണ്, മീൻസ് എന്തൊക്കെ അപ്ഡേഷൻസാണ് പുതിയതായിട്ട് Vicibox മീൻസ് VC ഡയൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Vicibox എന്നറിയപ്പെടുന്ന VC ഡയൽ, ഇപ്പോൾ നമ്മൾ Vicibox ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. Vicibox എന്നാണ് അതിൻ്റെ അപ്പിയറൻസിൽ വരാറുള്ളത്. അപ്പിയറൻസ് മീൻസ് നമ്മുടെ VC ഡയലിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് VC ഡയലിൽ നിന്ന് വരാൻ പാടില്ല. അതിൻ്റെ ലോഗോസ് ആയിരുന്ന കൂടെ തന്നെ അതിൻ്റെ എല്ലാ ഓപ്ഷൻസിലും VC ഡയലിൽ നിന്നായിരിക്കും Vicibox എന്നാണ് വരേണ്ടത്. പക്ഷേ ഇതൊന്ന് VC ഡയലാണ്. ദാറ്റ് മീൻ VC ഡയലാണ്. VC ഡയലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും പ്ലഗിൻസ് എല്ലാം ഒന്ന് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡ് ചെയ്തിട്ട് അതിനൊരു പുതിയതായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ബേസ് ചെയ്ത ഒരു നെയിമാണ് കൊടുത്തിരിക്കുന്നത് Vicibox. ഈ വിർച്വൽ ബോക്സ് എന്ന് പറയും പോലെ തന്നെ ഒരു കുറച്ചും കൂടെ ഒരു വെയിറ്റ് ആയിട്ടുള്ള ഒരു നെയിമിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള ഇതാണ് Vicibox എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം സിമ്പിളാണ്. ഒത്തിരി നമുക്കൊന്ന് സെൻഡോയിസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ചെയ്യുന്ന പോലത്തെ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനെ കുറച്ചുകൂടി ഈസി ആയിട്ടാണ്. ഇത് Vicibox ഞാൻ അതിൻ്റെ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം റെഡി ചെയ്തിട്ട് ഫസ്റ്റ് അതിൻ്റെ ബേസ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതൊരിക്കലും Viciboxൻ്റെ VC ഡയലോ ഒന്നും ഇൻസ്റ്റാൾ ആവത്തില്ല. ഫസ്റ്റ് അത് Vicibox ഒന്ന് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ Viciboxൻ്റെ ബേസാണ്. ഇപ്പോൾ സെൻഡോയിസ് ഇടുമ്പോൾ തന്നെ സെൻഡോയിസിൻ്റെ പകരം Vicibox എന്ന് പറഞ്ഞ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓപ്പൺ സൂസി ആയിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. ഇപ്പോൾ നമ്മൾ സെൻഡോയിസോ ഉബുണ്ടുവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് അതിൻ്റെ സപ്പോർട്ടിംഗ് ഫയൽസ് കോമ്പാറ്റബിലിറ്റി ബേസ് ചെയ്തുള്ള തന്നെ MySQL, PHP, MyAdmin, Perl അത് റിലേറ്റഡ് നിറയെ ഓപ്ഷൻസ് എല്ലാം നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ആസ്ട്രിക്സ്, ഡാഡി ഇത് റിലേറ്റഡ് ഇൻസ്റ്റാൾ ചെയ്യണം. എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ Vicibox ആണ് ചെയ്യുന്നതെങ്കിൽ ഇൻബിൽട്ട് ആയിരിക്കും എല്ലാമേ. പക്ഷെ നമുക്ക് കുറച്ച് ഇത് മാത്രം നമ്മളൊന്ന് കമാൻഡൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാം. എന്നാൽ കൂടെ തന്നെ നമുക്കൊരു കാര്യം അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. എപ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിർച്വൽ മെഷീൻസിലാണ് നമ്മൾ ചെയ്യുമ്പോൾ ആ വിർച്വൽ മെഷീനിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ ക്യാപ്സ് ലോക്ക് മേ ബി നമ്മളൊന്ന് ക്യാപ്സ് ലോക്ക് ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് ക്യാപ്സ് ലോക്ക് ഒന്ന് ഓൺ അല്ലായിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരെ എപ്പോഴും നമ്മൾ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യും. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം എനിക്കിത് ലോഗിൻ ആകത്തുള്ളൂ. ഇത് മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംടൈംസ് OS ഇൻസ്റ്റാൾ എന്ന് നിറയെ പേര് കൊടുക്കും. അപ്പോൾ അത് ഓൾറെഡി OS ബേസ് ചെയ്തായിട്ട് നമുക്കത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. സംടൈംസ് അതിൻ്റെ സപ്പോർട്ടിങ് ഫയൽസ് അല്ല OS റിലേറ്റഡ് ആയിട്ടുള്ള പ്ലഗിൻസിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ എന്നങ്ങനെയായാലും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ കൊടുക്കുന്ന ലോഗിൻ ചെയ്തിട്ടുണ്ട് തന്നെ ഇതൊന്ന് ലാംഗ്വേജ് ബേസ് ചെയ്ത് US ബേസ് ചെയ്തുള്ള സെലക്ഷൻസ്, കീബോർഡ് അത് റിലേറ്റഡ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈസൻസ് ബേസ് ചെയ്തുള്ളതാണ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൽ തന്നെ അതിൽ പറയുന്നുണ്ട് ഇത് ടോട്ടൽ ഫുള്ളായിട്ടുള്ള ഫ്രീ ആയിരിക്കും. അതിൻ്റേതായ സപ്പോർട്ടിന് മാത്രമായിരിക്കണം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തുള്ള സപ്പോർട്ട് ഡെവലപ്പിംഗ് ടീമുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. അബ്യൂസ് ബേസ് ചെയ്തോ എന്തെങ്കിലും കാരണവശാൽ ബ്ലാക്ക് ലിസ്റ്റ് റിലേറ്റഡോ ഹാക്കിംഗ് റിലേറ്റഡോ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ്സിൽ നിന്നോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള IP അഡ്രസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് VC ഡയലിൻ്റെ മെയിൽ അയച്ച് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. Vicibox എന്നുള്ള കമാൻഡ് Vicibox -express എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ടോട്ടലായിട്ടുള്ള നമ്മുടെ iOSൻ്റെ അകത്തുള്ള ഫയൽസ് റിലേറ്റഡ് അതെല്ലാം ഒന്ന് Vicibox റിലേറ്റഡ് ഫുള്ളായിട്ട് അതൊന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിലായിട്ടായിരിക്കും ഫസ്റ്റ് വന്ന് അത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മളെങ്ങനെയായിരിക്കും സെൻഡോയിസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? നോർമൽ iOS ഒന്നായിരിക്കും നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ കോപ്പി ചെയ്ത് അതിൻ്റെ ഫോർമാറ്റ് ബേസ് ചെയ്തെല്ലാം നമ്മൾ അതിൻ്റെ പാർട്ടീഷനൊക്കെ ചെയ്ത് സെൻഡോയിസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുപോലത്തെ ഒരു കൺസെപ്റ്റ് തന്നെ Viciboxൻ്റെ അതിൻ്റെ ബേസ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാളായി മീൻസ് കോപ്പി ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ വരുന്നുണ്ട്. ആ ഒരു ബേസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ Vicibox ഇൻസ്റ്റാൾ ചെയ്യുന്നത്.
Vicibox ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഇപ്പോൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ്, യൂസർ നെയിമും മീൻസ് അതിൻ്റെ റൂട്ട് യൂസർ നെയിമും പാസ്വേഡാണ്. നമ്മളൊന്ന് ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന റൂട്ടും അതിൻ്റെ പാസ്വേഡ് ഇതായിരിക്കും Vicibox വന്ന് നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ വിൻഡോസിൽ വരുന്ന Vicibox 9.3 എന്നുള്ള വെർഷൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽ. ഞാനൊന്ന് ഡിഫാൾട്ടായിട്ട് തന്നെ ഒരു ചെറിയൊരു പാസ്വേഡാണ് കൊടുക്കുന്നത്. admin 123 Vicibox എന്നായിരിക്കും കൊടുക്കുന്നത്. അത് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതേപോലെയൊക്കെ കൊടുത്തത്. പക്ഷേ നമ്മളൊരു റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുമ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് മാത്രമേ കൊടുക്കാവൂ. ആൽഫബറ്റ് വേണം, പിന്നെ അതുപോലെ തന്നെ നമ്പേഴ്സ് വേണം, ഡെസിമൽസ്, പെർസെൻറ്റേജ്, അങ്ങനത്തെ ഒരു പാസ്വേഡ് കൊടുക്കുമ്പോൾ ആരും അതിനെ ഒന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യരുത്. സിമ്പിളായിരുന്നു, ഈസി ആയിട്ട് തന്നെ ഹാക്ക് ചെയ്ത് കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ Viciboxൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഫയർവാൾ ഒന്ന് ഇനേബിൾ ചെയ്യണം, ഡിസേബിൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് മാക്സിമം ഒന്ന് ഡിസേബിൾ ചെയ്യാം. ഇനേബിൾ ചെയ്തിട്ട് ചെയ്യുമ്പോൾ തന്നെ ഫയർവാൾ വന്ന് നമ്മളൊന്ന് ഡിസേബിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിറയെ ഫങ്ഷൻസ് മീൻസ് IP ഒന്നും ബ്ലോക്ക് ആവത്തില്ല. IP റിലേറ്റഡ് ബേസ് ചെയ്തായിരിക്കും ഇത് ഇൻസ്റ്റാൾ ഒക്കെ ആവുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ IP ഒന്ന് ഫയർവാളിൽ ഇനേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ C/Linux ഒക്കെ ആയിരിക്കും അതിൽ ഇനേബിൾ ആയി കിടക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനെ C/Linux നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഇപ്പോൾ ഒന്ന് Vicibox ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിൽ Vicibox ഇൻസ്റ്റാൾ എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അടുത്ത സെക്ഷനാണ് ഇത് വരുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് പോകുന്നത്. Viciboxൻ്റെ ഇൻസ്റ്റാളേഷൻ ഇത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് VCDALൻ്റെ പേജൊക്കെ വരുന്നത്. ഇതിൽ ഫസ്റ്റായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു IP ആണോ ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്, അതോ വേറെ ഏതെങ്കിലും IP. ഡിഫോൾട്ട് IP ആണെന്നുണ്ടെങ്കിൽ 10 എന്നുള്ളതിൽ പോകും. നമ്മൾ ഇതാണ് സെർവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെർവറിൻ്റെ IP എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഞാനൊരു IP കൂടെ കൊടുക്കുന്നുണ്ട്. 192.168.1.175 എന്നായിരിക്കും ഇതിൻ്റെ ഇത് കൊടുക്കുന്നത്. അത് Vicibox ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സെർവറിന് IP ഒന്ന് അസൈൻ ചെയ്യണം. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് അതിൻ്റെ ഡിഫോൾട്ടായിട്ട് ഇത് സൂസിയുടെ കമാൻഡ് ആയിരിക്കും വരുന്നത്. CNF ബേസ് ചെയ്തായിരിക്കും വരുന്നത്. സൂസിയിൽ സംടൈംസ് നമ്മൾ ഇതിൻ്റെ കാണുന്ന YM ബേസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഇതിൽ വരുമ്പോൾ CNF ബേസ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ലാൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള പേജായിരിക്കും ഓപ്പൺ ആവുന്നത്. ഇതിലൊക്കെ വരുമ്പോൾ സെൻറ്റോയ്സിനും ഇതിലെല്ലാം വരുമ്പോൾ നമുക്ക് സെറ്റപ്പ് അല്ലെങ്കിൽ ഫ്രീ BBXലൊക്കെ വരുമ്പോൾ ജസ്റ്റ് സെറ്റപ്പ് എന്നുള്ള ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നെറ്റ്വർക്കിംഗ് സെക്ഷൻ്റെ ഗ്രാഫിക്കൽ മോഡിൽ വരും. അതിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് IP എല്ലാം അസൈൻ ചെയ്യാം. അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ട്. സെൻറ്റോയ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ETC പോയി അതിൻ്റെ ബാക്ക് എൻഡിൽ നെറ്റ്വർക്കിൻ്റെ സ്ക്രിപ്റ്റിൽ പോയി തന്നെ നമുക്ക് ആഡ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മൾട്ടിപ്പിൾ IP ഉണ്ടെങ്കിൽ കൂടെ തന്നെ അതിൻ്റെ ബാക്ക് എൻഡിലായിരിക്കും ആഡ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. അതിൽ വന്ന് നെറ്റ്വർക്കിനെ നമ്മൾ ആ ഒരു സെക്ഷനെ ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്യാതെ ഓഫാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ വീണ്ടും തിരിച്ച് നമ്മളത് അതിൻ്റെ ബാക്ക് എൻഡിലെ കാരണത്തിൽ പോയിട്ട് നെറ്റ്വർക്കായിരിക്കും സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ Vicibox ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ Vicibox വൺസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് Vicibox എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബേസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ പാക്കേജസ് ഇതെല്ലാം ഒന്ന് ഫുള്ളായിട്ട് സ്റ്റോർ ആയതിനു ശേഷമായിരിക്കും ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ലോഗിൻ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ യൂസർ നെയിം പാസ്വേഡും ബേസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് Vicibox എക്സ്പ്രസ് മീൻസ് Vicibox അതിൻ്റെ കമാൻഡ് വരുന്നത് Vicibox-express കൊടുക്കുമ്പോഴായിരിക്കും അതൊന്ന് ഇൻസ്റ്റാളേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഏതിൻ്റെയാണ് വി സി ഡയലിവ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ആവുന്നത്. അതിലൊന്ന് പേജസ്, DB, അതിൻ്റെ IP എല്ലാം അസൈൻ ചെയ്യുന്നത് അടുത്തൊരു സെക്ഷനിലാണ് വരുന്നത്. ഇപ്പം നമുക്കൊന്ന് ഇതിൽ Vicibox എക്സ്പ്രസ് എന്നുള്ള ബേസ് ചെയ്തുള്ള പാക്കേജസ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പാക്കേജസ്, ബാലൻസ്ഡ് ആയിട്ടുള്ള പാക്കേജസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യും. അതിനൊരു കമാൻഡ് തന്നെ സ്വൈപ്പ് അപ്പം എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ടോട്ടലായിട്ടുള്ള Viciboxൻ്റെ അതിൻ്റെ പാക്കേജ് ഫുള്ളായിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്യും.